ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ വരുന്നെങ്കി വാ, നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ മോനെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ഇപ്പൊ റെഡി ആയിട്ട് വരാം. ഓ ഇപ്പൊ വരാത്രേ. ഓ, വെറുതെ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. ഇവിടുത്തെ അമ്മയും അച്ഛനെയും വേദനിപ്പിച്ച ആ വീട് എനിക്ക് പറ്റില്ല വന്ദനെ. സുചിത്രടുത്തി, എന്നെ പ്രസവിച്ച ചന്ദ്രികമ്മയോട് ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ ആരാണെന്ന് ചോദിച്ചാ അത് സുചിത്രയാണെന്നേ പറയൂ. മരുമോളായിട്ടല്ല, മോളായിട്ടാ അമ്മ സുചിത്രടുത്തിയെ കണ്ടിരിക്കുന്നത്. ആ അമ്മയോ അച്ഛനോ ഒരിക്കലും സുചിത്രടുത്തിയെ തെറ്റിദ്ധരിക്കില്ല. പ്രകാശേട്ടൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് പറയുന്നതിന് തുല്യാവില്ലേ ഞാൻ ആ പാലുകാച്ചിൽ പങ്കെടുത്ത? ഒരിക്കലുമില്ല. സുചിത്രടുത്തി പ്രകാശേട്ടൻ ചെയ്യുന്ന തെറ്റുകളെ എതിർക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം. പക്ഷേ അത് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത്. സുചിത്രടുത്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജീവിതത്തില് സന്തോഷം എന്തെന്നറിയാത്തൊരമ്മയാ സുചിത്രയുടെ അമ്മ. അവര് മോളൊരു വീട് വെച്ച് പാല് കാച്ചുന്നതിന്റെ സന്തോഷത്തില് സ്വയം മറന്നു നടക്കുക. അവരുടെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് കെടുത്തി കളയാൻ സുചിത്രടുത്തിക്ക് പറ്റുമോ? വന്ദനെ, ഇന്ന് കുറച്ച് നേരത്തെ കടയിലേക്ക് പോണം. കുറച്ചധികം ഓർഡറുകളുണ്ട്. കൊള്ളാം. സുചിത്രേച്ചി ഇതുവരെ കരച്ചിൽ നിർത്തിയില്ലേ? സുചിത്രേച്ചി, അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴേ വിവരം കിട്ടിയാനെ. അവരെ വൈകാതെ കണ്ടുപിടിക്കും. ഈ കരച്ചിലൊന്ന് നിർത്ത്. പ്രകാശേട്ടൻ വെക്കുന്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് പോവില്ലെന്നാ സുചിത്രടുത്ത് പറയുന്നത്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? സുചിത്രേച്ചി, പ്രകാശേട്ടൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ തെറ്റ് തന്നെയാണ്. എന്നുവെച്ച് പ്രകാശേട്ടനുമായി എന്നേക്കുമായിട്ട് പിരിയാൻ ചേച്ചിക്ക് പറ്റുമോ? വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടാതെ ഇത്രയും നാള് പോയതുപോലെ ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോണം. ഗോകുലിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. രണ്ടാളും തമ്മിലടിച്ച് അതില്ലാതാക്കരുത്. ചെല്ല്, പോയി മുഖമൊക്കെ കഴുക. ചെല്ല്. ജഗൻ പറഞ്ഞതുപോലെ കേക്ക് സുചിത്രടുത്തി. അതേ, ഇങ്ങനെയാ ദോശ ചൂടുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ്തുവിന്റെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഞാൻ വീടിന് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഉള്ളതെന്ന് അറിയാലോ. ഏറ്റവും പ്രധാനം തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയില് ഉറപ്പായും ഒരു ബെഡ്റൂം തന്നെ വേണം. നമ്മൾ വെച്ച വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, ഈ തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാ. ഈ തെക്ക് പടിഞ്ഞാറ് മൂല താന്ന് കിടക്കല്ല, ഉയർന്നു നിൽക്കുകയാണ്. താഴ്ന്നു കിടന്നാലേ പണം കയ്യിൽ നിൽക്കില്ല എന്നാ പറയുന്നത്. വാസ്തു അവിടെ നിൽക്കട്ടെ. ടൈല് സെലക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിലും ഇന്റർലോക്ക് ഇട്ട കാര്യത്തിലാണെങ്കിലും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. സത്യം പറയാലോ അമ്മേ, നമ്മൾ കുറച്ച് മാറിയെന്ന് വീട് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചാലുണ്ടല്ലോ, നമ്മുടെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തിടമ്പേറ്റ് നിൽക്കുന്നത് പോലെയൊരു തലയെടുപ്പാ. അമ്മ വരുന്നെങ്കി വാ,
നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ മോനെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ആ ഏ. ദേ ഇപ്പൊ റെഡി ആയിട്ട് വരാം. ഓ ആ. ഇപ്പൊ വരാത്രേ. ഓ വെറുതെ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. അതിനു മുമ്പേ തള്ള ഒരുങ്ങിക്കെട്ടി ഇറങ്ങാൻ പോവാ. ആ. അമ്മ ഡ്രസ്സൊക്കെ മാറ്റിയോ? കൊള്ളാലോ. ഇതേതാ സാരി? കൂടിയതാണെന്ന് തോന്നുന്നല്ലോ. ഞാനും കുറച്ച് കൂടിയതൊക്കെ ഉടുക്കട്ടെ. വന്ദന മോളെ, ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടമ്മേ. അമ്മയ്ക്ക് ഈ കളറ് നന്നായിട്ട് ചേരുന്നുണ്ട്. ആ, അല്ല, അമ്മ ഇങ്ങോട്ട് പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അതെ. ദേ ആദ്യം ഈ സാരി എവിടുന്ന് കിട്ടിയെന്ന് പറയാം. അതിനുശേഷം പറയാം എങ്ങോട്ട് പോന്നു. ഈ സാരിയെ എന്റെ മരുമോൻ പ്രകാശ് മോൻ മേടിച്ചു തന്നതാ. പ്രകാശ് ഏട്ടനോ? എന്താ നിനക്ക് വിശ്വാസമായില്ലേ? 3300 രൂപയാ ഇതിന്റെ വില. അറിയോ? എന്നാലത് മോഷ്ടിച്ചതായിരിക്കും. ആ വാ, ജോലിയൊക്കെ വന്നിട്ട് ചെയ്യാം. നമുക്ക് ആ വീട് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അമ്മേ, ഇവിടെ ജോലിയൊന്നും തീർന്നിട്ടില്ല. എനിക്കിപ്പോ വരാൻ പറ്റില്ല. അത് കൊള്ളാം. നിന്റെ വീട് എനിക്കൊന്ന് കാണോന്ന് പറഞ്ഞാ എന്റെ കൂടെ വരാൻ നിനക്ക് സമയമില്ല. മോളെ, നിന്റെ ഈ സ്വഭാവങ്ങളൊക്കെ തന്നെയാ പ്രകാശിനെ ദേഷ്യം പിടിപ്പിക്കുന്നേ. നീ വേഗം ഇങ്ങോട്ട് ഒരുങ്ങി വാ. ഞാൻ ഇപ്പൊ വരുന്നില്ലമ്മേ. അമ്മയ്ക്ക് അത്രയ്ക്ക് വീട് കാണണമെന്നുണ്ടെങ്കിലേ ഗോകുലിനെ കൂടെ വിളിച്ചോ. ഒരു പാലുകാച്ച് നടക്കാനുള്ള വീടാണ്. വീട്ടിലെ ഉത്തരവാദിത്തമുള്ള പെണ്ണുങ്ങൾ അവിടെ ചെന്ന് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോന്ന് നോക്കി ഉറപ്പാക്കേണ്ട സമയമായിപ്പോ. ദേ നീ വേഗം ഒരുങ്ങി വരാൻ നോക്ക്. മോളെ, ഇവൾക്കോ ബോധമില്ല. നീ തന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സുചിത്രടുത്തി, എടുത്തി പോയിട്ട് വാ. ഇവിടുത്തെ ജോലിക്ക് ഞാൻ നോക്കിക്കോളാം. ആ ചെല്ല. വാ. മൊത്തേ 3 ബെഡ്റൂമാ. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡാ. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. ഈ മുറിക്ക് മാത്രം ബഡ്ജറ്റ് 10 ലക്ഷം രൂപയായി. വാ വാ വാ, കേറി വാ, കേറി വാമേ. ആ, ഇത് മറ്റൊരു ബെഡ്റൂം. 12ക്ക് 12 കോസ്റ്റ്ലി ടൈൽസാ. ഈ ബെഡ്റൂമാണ് ഞാൻ അമ്മയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അയ്യോ, ഇത്രയും വലിയ മുറിയൊന്നും എനിക്ക് വേണ്ട മോനെ. ചുരുണ്ട് കിടക്കാൻ ഒരു കൊച്ചു മുറി അത് മതി. ഹേയ്, അതൊന്നും പോരാ. മാനത്തെ കൊട്ടാ